വന നിയമ ഭേദഗതി ബിൽ പിൻവലിച്ചതിന് നേതൃത്വം നൽകിയ MP ജോസ് കെ മാണിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും അഭിവാദ്യം അർപ്പിച്ച് കേരള കോൺഗ്രസ് എം പൂഞ്ഞാർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുണ്ടക്കയം ടൗണിൽ അഭിവാദ്യ പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. മുണ്ടക്കയം കോസ്വേ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം മുണ്ടക്കയം ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമ്മേളനത്തിന് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാജൻ കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് പാർട്ടിക്ക് കാര്യത്തിൽ അതിശക്തമായ വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പ് ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പാർട്ടി ചെയർമാന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി പ്രതിനിധി സംഘം നേരിട്ട് കണ്ട് അറിയിച്ചപ്പോൾ ഏറ്റവും അനുഭാവപൂർവമായ നിലപാടാണ് ആദരണീയനായ സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കൈക്കൊണ്ടത്. അദ്ദേഹം പാർട്ടി ചെയർമാന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘത്തോട് പറഞ്ഞു, ഈ കാര്യങ്ങൾ വിശദമായി പരിശോധിക്കും. കർഷക ദ്രോഹപരമായ ഒരു നിയമവും ഒരു നിലപാടും ഈ ഗവൺമെന്റിന് ഉണ്ടാവില്ല എന്ന് അസന്നിഗ്ധമായി അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അന്ന് തന്നെ പാർട്ടി ചെയർമാൻ ഞങ്ങളോടൊക്കെ പറഞ്ഞു, നമ്മുടെ ആളുകളോട് പറയണം, മലയോര ജനതയോട് പറയണം, ഒരാശങ്കയും ആവശ്യമില്ല, ഈ നിയമം അവതരിക്കപ്പെടില്ല, പാസ്സാക്കപ്പെടില്ല, കർഷക ദ്രോഹ സമീപനം ഉണ്ടാവില്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരുന്നു. ഇതിലൂടെ ബോധ്യമാകുന്ന ഒരു കാര്യമുണ്ട്, കാലാകാലങ്ങളായി കർഷകരെ സംരക്ഷിക്കുന്ന കർഷകന്റെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി എന്നും നിലയുറപ്പിച്ചിട്ടുള്ളത് KM മാണി സാർ നേതൃത്വം നൽകുന്ന അധ്വാനവർഗ സിദ്ധാന്തമെന്ന കർഷകന്റെ മാഗ്ന കാർട്ട അടിസ്ഥാന പ്രമാണമാക്കിയിട്ടുള്ള കേരള കോൺഗ്രസ് പാർട്ടി മാത്രമാണ് എന്നുള്ളത് ചില ഉദാഹരണങ്ങൾ ഞാൻ ദീർഘമായ പ്രസംഗത്തിലേക്ക് പോകുന്നില്ലെങ്കിൽ ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ലോപ്പസ് മാത്യു, സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുട്ടി അഗസ്തി തുടങ്ങി നിരവധി പ്രമുഖർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.